notice given there. ഒരു നോട്ടീസ് കണ്ടില്ലേ? Those who are interested to join in NCC and fulfill the following measurements, please report at the ground എന്ന് പറഞ്ഞൊരു നോട്ടീസ് കണ്ടു അല്ലേ? അതായത് നീളം, അതേപോലെ തന്നെ വെയിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. വെയിറ്റ് 48 കിലോഗ്രാം. ഇത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കുട്ടികൾ they will be selected for the NCC. അപ്പോൾ എങ്ങനെ, how will you help them? We take the measurement. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് മെഷർമെന്റ്സ് വളരെ ആവശ്യമാണ്. ഏത് കാര്യവും അതിൻ്റെതായ ചിട്ടയിൽ പോകണമെങ്കിൽ ജീവിതത്തിൽ അളവുകൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട് അല്ലേ? ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ ആയ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് പഠിക്കാം. വാട്ട് ആർ മെഷർമെന്റ്സ്? എന്താണ് മെഷർമെന്റ്സ് അല്ലെങ്കിൽ അളവുകൾ? നമ്മൾ നീളം അളക്കാറില്ലേ? ദൂരം അളക്കാറില്ലേ? സമയം അളക്കാറുണ്ട്. So what is measurement? Measurement is the act of finding the size of a physical quantity. ഇപ്പോൾ പല ഭൗതിക അളവുകളായ നീളം, അതുപോലെ തന്നെ മാസ്, വെയിറ്റ്, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതാണ് മെഷർമെന്റ്. ടീച്ചർ പറയാണ് ഓരോരുത്തരോടും ഇവിടെ ഉള്ള ടേബിളിന്റെ മെഷർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോരുത്തരും അവരുടേതായ പെൻസിലുമായിട്ട് വരും അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ഫസ്റ്റ് കുട്ടി എടുക്കുന്ന മെഷർ ഒന്നായിരിക്കും, അടുത്ത ആൾ എടുക്കുന്നതോ വേറെ പെൻസിലായിരിക്കും. അപ്പോൾ അവന്റെ മെഷർ എങ്ങനെ ആയിരിക്കും? തികച്ചും വ്യത്യസ്തം. മൂന്നാമത്തെയോ അതും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ്? why are these measurements not the same? Do you know why? Because ഇവരൊക്കെ ഉപയോഗിച്ച സ്കെയിൽ ഡിഫറെന്റ് ആണ്. They used different scales. അപ്പോൾ ഇത് കൺവീനിയന്റ് ആണോ? What difficulty did you find? ഇതിനകത്തുള്ള ബുദ്ധിമുട്ട് എന്താണ്? They are not accurate. Accuracy ഇല്ല. രണ്ട്, convenient ആണോ? അല്ല. And is it easy for you to compare the measurements with others? Compare ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ there is no accuracy. So these are the problems when you use different scales. അപ്പോൾ വിവിധ തരം തോതുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു. Now basic unit of length. അപ്പോൾ ലെങ്ത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് ഏതാണെന്ന് അറിയാമോ? നമുക്കറിയാം, മീറ്റർ ആണ്. So meter is a basic unit of length. പണ്ട് തൊട്ടേ മനുഷ്യർ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നതാണ് മെഷർമെന്റ്. അപ്പൊ ഇന്ന് നമുക്കറിയാം, നമുക്ക് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഉണ്ട്, മീറ്റർ. പക്ഷെ അന്നൊക്കെ when there were no basic units, people used different kinds of measurements. മനുഷ്യർ പലതരത്തിലുള്ള മെഷർമെന്റ് ഉപയോഗിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, യു ഹാവ് ക്യൂബിറ്റ് അല്ലെങ്കിൽ മുഴം. നമ്മൾ പൂക്കടയിൽ ചെല്ലുമ്പോൾ പൂ മേടിക്കുന്നത് യു യൂസ് ക്യൂബിറ്റ്. എന്താണ് ക്യൂബിറ്റ് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ ലെങ്ത് from the forefinger to the elbow. അപ്പോൾ forefinger തൊട്ട് elbow വരെയുള്ള നീളമാണ് ക്യൂബിറ്റ്. Then you have handspan. Handspan എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ട്. Handspan means ഇതാണ്. It is the length from your thumb to the small finger. This is called as handspan. അതുപോലെ ഓരോ പ്രദേശത്തും there are different units like foot, pace, അങ്ങനെ there are different units. പക്ഷേ ഇതൊക്കെ ശരിയാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? No, because the measurement of each body differs from another. ഓരോരുത്തരുടെ ബോഡി പാർട്ടിന്റെ മെഷർ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. So they were not convenient, they were not accurate. Why? Because it differs from one person to another. So ഒരാളിൽ നിന്നും മറ്റൊരാളിൽ എത്തുമ്പോൾ ആ മെഷർ ഡിഫറെന്റ് ആയിരിക്കും. So forearm, cubit, pace, ഇങ്ങനെയുള്ള മെഷർമെന്റ്സ് they are not convenient, they are not accurate. So നമുക്ക് തോന്നി there needs a convenient scale for measurement. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ സ്കെയിൽ ഇല്ലേ? ഇപ്പോൾ ചിലരുടെ സ്കെയിൽസ് 15 സെന്റിമീറ്റർ ആയിരിക്കും. മീറ്റർ സ്കെയിൽ കണ്ടിട്ടില്ലേ എല്ലാവരും? ഇപ്പൊ സ്കെയിലിലോട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അതിനകത്ത് ഒത്തിരി ലോങ് ലൈൻസും കാണാം, നമ്പേഴ്സും കാണാം. അടുത്തടുത്തുള്ള ലോങ് ലൈൻസ് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഒരു മീറ്റർ സ്കെയിലില് എത്ര ഈക്വൽ പാർട്സ് ഉണ്ടെന്ന് അറിയാമോ? There are 100 equal parts.
അങ്ങനെ ഓരോ പാർട്ടിനെയും നമ്മൾ ഒരു സെന്റിമീറ്റർ എന്ന് പറയും. ഇപ്പൊ മിസ് പറയാണ് നിങ്ങളുടെ നോട്ട്ബുക്ക് ഒന്ന് മെഷർ ചെയ്യാം. ഏത് യൂണിറ്റ് ആവും നമ്മൾ ഉപയോഗിക്കുക? മീറ്റർ ഉപയോഗിക്കണോ? നോ, സെന്റിമീറ്റർ ഇസ് ഇനഫ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വി ക്യാൻ യൂസ് ദിസ് സെന്റിമീറ്റർ റീഡിംഗ്. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് നീളമുള്ള വരകളുടെ അങ്ങനെ ഒരു 100 ഈക്വൽ ഡിവിഷൻസ് ചേരുന്നതാണ് 1 മീറ്റർ. സോ 1 മീറ്റർ ഈക്വൽസ് 100 സെന്റിമീറ്റർ. ഇനി ഓരോ സെന്റിമീറ്റർ, ഫോർ എക്സാമ്പിൾ ഈ രണ്ട് ലോങ് ലൈൻസിന്റെ ഇടയ്ക്ക് എത്ര സ്മോൾ ലൈൻസ് ഉണ്ട്? there are 10 lines അല്ലേ? ആ ചെറിയ ലൈൻസിന് എന്താ പറയാ? മില്ലിമീറ്റർ. സോ millimeter is again another smaller unit. അപ്പോൾ മീറ്റർ തന്നെ 1 meter is equal to 100 centimeter and 1 centimeter is equal to 10 millimeter. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ലെങ്ത് ഏതാണ്? 1 millimeter അല്ലേ? അപ്പോൾ 1 millimeter is the smallest length that can be measured using a meter scale. So that is called as ഏറ്റവും ചെറിയ ലെങ്തിന് പറയുന്നതാണ് least count. So that is called as the least count. അപ്പോൾ നിങ്ങളുടെ മീറ്റർ സ്കെയിലിന്റെ least count എന്താണ്? The smallest length that can be measured is 1 millimeter. So the least count is 1 millimeter. ഇനി നമുക്കൊരു ചെറിയ പേപ്പറിന്റെ thickness കണ്ടുപിടിക്കാൻ പറ്റുമോ? സെന്റിമീറ്റർ ഉപയോഗിച്ച് we cannot find the thickness of a small paper. So how will you find the thickness of a paper? അപ്പോൾ അതിനായിട്ടുള്ള ഒരു എളുപ്പമാർഗം, നമ്മളൊരു 100 പേപ്പർ ബണ്ടിലായിട്ട് വെക്കുക. എന്നിട്ട് ആ ബണ്ടിലിന്റെ ഹൈറ്റ് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. And now divide the height with the number. Height by number. നമ്പർ എത്രയാണ്? എത്ര പേജസ് ആണ്? 100. അപ്പൊ ഹൈറ്റിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു പേജിന്റെ തിക്നെസ് കണ്ടുപിടിക്കാം. അപ്പൊ ചില സമയങ്ങളിൽ മില്ലിമീറ്റർ ഉപയോഗിച്ച് പോലും നമുക്ക് തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ we use this technique to find the thickness of a paper. അപ്പോൾ ഒരു പേപ്പറിന്റെ തിക്നെസ് കണ്ടുപിടിക്കാനായിട്ട് 100 പേപ്പേഴ്സ് ബണ്ടിലായിട്ട് വെച്ചിട്ട് അത്രയും പേപ്പേഴ്സിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. Height divided by the number of papers 100. So when you divide height with 100 you get the thickness of one paper. അങ്ങനെ ഒരു പേപ്പറിന്റെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി ദൂരമുള്ള രണ്ട് സ്ഥലങ്ങൾ, how do you measure? We use kilometers. We use kilometers to measure long distances. ഇനി അതിനും വലിയ യൂണിറ്റ്സ് ഉണ്ടോ? Of course there are many units like AU astronomical unit, LY light year, PC parsec. ഇതൊക്കെ ഉയർന്ന ഡിസ്റ്റൻസസ്, ഒത്തിരിയും വലിയ ഡിസ്റ്റൻസസ് കണ്ടുപിടിക്കാനുള്ള യൂണിറ്റ്സ് ആണ്. astronomical unit, what is astronomical unit? It is the average distance from the earth to the sun. ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ടുള്ള ശരാശരി ദൂരത്തിനെയാണ് പറയുന്നത് astronomical unit, and it is denoted by AU, capital A and capital U. The astronomical unit is used to find the distance between planets, distance between stars. പിന്നെ വരുന്നതാണ് light year. light year എന്താണ്? പ്രകാശവർഷം. It is the distance traveled by light in 1 year. ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് light year, and it is denoted by LY. In parsec is another unit. 3.26 light years ആണ് ഒരു parsec. അപ്പോൾ അങ്ങനെ you have so many units. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് we select the units. ഇപ്പോൾ മിസ് പറഞ്ഞു പെൻസിൽ നമ്മൾ അളക്കണമെങ്കിൽ സെന്റിമീറ്റർ is enough. തിക്നെസ് ഓഫ് എ പേപ്പർ മില്ലിമീറ്റർ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 100 പേപ്പേഴ്സ് എടുത്തിട്ട് 100 പേപ്പറിന്റെ ഹൈറ്റിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ you got the thickness of one paper. ഇനി വീണ്ടും വളരെ ചെറിയ ഒബ്ജക്ട്സിന്റെ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതുപോലെ തിക്നെസ്. There are equipments like vernier calipers, screw gauge. ഇതുപോലുള്ള ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ചെറിയ വസ്തുക്കളുടെ തിക്നെസ് കണ്ടുപിടിക്കാം.
അതുപോലെ you can find the thickness of wires, thin wires, വളരെ ഘനം കുറഞ്ഞ വയർസിന്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ വയർ പെൻസിൽ ഒരു പെൻസിൽ എന്നിട്ട് അതിലോട്ട് നമ്മൾ ചുറ്റുകയാണ്. അങ്ങനെ ഒരു 10 ടേൺസ്, ഒരു 10 ടേൺ ആവുമ്പോഴത്തേക്കും അത് എടുത്തിട്ട് you find the length. And ആ ലെങ്തിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ you get the thickness of the small wire, of the thin wire. ഘനം കുറഞ്ഞ വയറിന്റെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. How will you measure the length of a curved line? ഒരു വളഞ്ഞ രേഖയുടെ നീളം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ എക്സാമ്പിൾ കണ്ടോ, curved line AB എന്ന curved ലൈനിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്ത് ചെയ്യണം? ഒരു ത്രെഡ് എടുക്കുക, നൂലെടുത്തിട്ട് ആ നൂല് തുടങ്ങുന്നിടം എയിൽ വെക്കുക, എന്നിട്ട് അതിനെ ഈ വരയിലോട്ട് ചേർത്ത് വെച്ച് ബി എത്തുമ്പോഴത്തേക്കും കട്ട് ചെയ്യുക. സോ വാട്ട് ഷുഡ് യു ഡു? യു കീപ് ദ ത്രെഡ് തുടങ്ങുന്ന ഭാഗമേലും അത് വരയോട് ചേർത്ത് വെച്ച് ബിയിൽ എത്തുമ്പോൾ കട്ട് ദ ത്രെഡ്. എന്നിട്ട് ആ നൂലിന്റെ നീളം അളന്നാൽ, എങ്ങനെ അളക്കും? സ്കെയിൽ ഉപയോഗിച്ച് അളന്നാൽ ഈ കർവ്ഡ് ലൈൻ ആയ എബിയുടെ നീളം അളക്കാൻ സാധിക്കുന്നു. സോ ദിസ് വേ യു ക്യാൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ യൂസിങ് എ ത്രെഡ്. ഒരു നൂല് അല്ലെങ്കിൽ ചരട് ഉപയോഗിച്ച് എബിയുടെ മെഷർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ശൂന്യതയിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു സെക്കൻഡിൽ 3,00,000 കിലോമീറ്റർ. The basic unit of length, നീളത്തിന്റെ അടിസ്ഥാനമായ യൂണിറ്റ് എന്താണ്? മീറ്റർ. ഇനി കിലോമീറ്ററും മീറ്ററുമായിട്ടുള്ള ബന്ധം, 1 കിലോമീറ്റർ ഈക്വൽസ് 1000 മീറ്റർ. 1000 മീറ്റർ ചേരുന്നതാണ് ഒരു കിലോമീറ്റർ. 1 സെന്റിമീറ്റർ നമ്മൾ സ്കെയിലിൽ കണ്ടില്ലേ, നിങ്ങളുടെ റൂളറിനകത്ത് തൊട്ടടുത്തുള്ള രണ്ട് സക്സസീവ് ആയിട്ടുള്ള ലോങ് ലൈൻസ് കണ്ടില്ലേ? അങ്ങനെ 100 തുല്യമായ ഭാഗങ്ങൾ 100 സെന്റിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. അപ്പോൾ 1 സെന്റിമീറ്റർ എന്താണ്? 100ൽ 1, 1/100 മീറ്റർ, അല്ലെങ്കിൽ 10⁻², 2 0 മുകളിലോട്ട് പോകുമ്പോൾ 10⁻²മീറ്റർ. സോ 1 സെന്റിമീറ്റർ ഈക്വൽസ് 10⁻² മീറ്റർ. ഇനി അതിലും ചെറുതാണ് 1 മൈക്രോമീറ്റർ, that is equal to 10,00,000 1/10 lakh, that is equal to 10⁻⁻6 മീറ്റർ. അതേപോലെ വളരെ ചെറിയ വസ്തുക്കളുടെ ദൂരം നമുക്ക് നാനോമീറ്ററിൽ കാണാം. 1 നാനോമീറ്റർ is equal to 10⁻⁹ meter. Observe the picture in your textbook showing how a shopkeeper weighs sugar. ഒരു കടക്കാരൻ ഷുഗർ വെയ് ചെയ്യുന്ന ഒരു പിക്ചർ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ ആ കടയിൽ പോകുമ്പോൾ when you ask for sugar, ഈ ഷോപ്കീപ്പർ എങ്ങനെയാണ് അത് അളന്നു തരുന്നത്? ത്രാസിലാണ് അല്ലേ അളക്കുന്നത്. അപ്പോൾ the weighing balance has 2 pans, 2 പാൻ ഉണ്ട്. So when you ask for 1 kilo sugar, 1 കിലോ ഷുഗർ ആണ് മേടിക്കുന്നതെങ്കിൽ 1 കിലോയുടെ ബ്ലോക്ക് ഒരു പാനിൽ വെക്കും. എന്നിട്ട് അതിനോട് തുല്യമാണോ എന്ന് നോക്കിയിട്ടാവും തരുന്നത്. So what is the need of this? He is finding if he has given an equal amount of sugar equal to that of the block. ബ്ലോക്കിന്റെ ഭാരത്തിന് തുല്യമായ ഷുഗർ തന്നെയാണോ തരുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് he is using the block. What is its benefit? It is accurate. The measurement is accurate. And he has calculated the correct mass. Then what is mass? Mass is the measure of the quantity of matter contained in a substance. ഒരു വസ്തുവിന്റെ മാസ് എന്നാൽ ആ വസ്തുവിൽ എത്രത്തോളം ദ്രവ്യമുണ്ട് എന്നതാണ്. Now what is the basic unit of mass? മാസിന്റെ അടിസ്ഥാനമായ യൂണിറ്റ് എന്താണ്? It is kilogram and it is represented by kg. നമ്മൾ kg എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വളരെ ചെറിയ ഭാരമാണെങ്കിൽ, വളരെ ചെറിയ മാസ് ആണെങ്കിൽ how do you calculate? Using milligrams, grams. പിന്നെ വലിയ മെഷറുകളുണ്ട് like tons and quintals. കിലോഗ്രാം കൂടാതെ
There are many other units that we use according to our convenience, like milligrams, grams, quintals, tons, etc. We know 1 kilogram. 1 kilogram 1000 gram ആണ്. അപ്പോൾ 1 ഗ്രാമോ 1000ത്തിൽ 1 കിലോഗ്രാം. 1/1000 കിലോഗ്രാം ആണ് 1 ഗ്രാം. Then what about 1 quintal? 1 quintal എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. 10 raised to 2 kg. And what about 1 ton? 1 ton എന്നാൽ 1000 കിലോഗ്രാം ആണ്. That is 10 raised to 3 kg. 1 milligram equals 1/10 raised to 6 kilogram.